ഓണവിപണി സജീവമാക്കി ചേലക്കര നഗരത്തെ ലേഡീസ് കളക്ഷൻ. മെഗാ കുർത്തി ഫെസ്റ്റിന് തുടക്കം കുറിച്ചു. 50% വരെ വിലക്കുറവ്. മെഗാ കുർത്തി ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. ഓണാഘോഷങ്ങൾക്ക് ഫാഷന്റെ പുതിയ ചാരുത പകരാനായി ചേലക്കര നഗരത്തെ ലേഡീസ് കളക്ഷനിൽ മെഗാ കുർത്തി ഫെസ്റ്റിന് തുടക്കം കുറിച്ചു. ഓഗസ്റ്റ് 14 മുതൽ ഈ മാസം അവസാനം വരെയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ്, 50% വൻ വിലക്കുറവ്, ആധുനിക വനിതകളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കിണങ്ങുന്ന രീതിയിൽ മികച്ച ഗുണനിലവാരമുള്ള കോട്ടൺ കുർത്തികളുടെയും വസ്ത്രങ്ങളുടെയും ശേഖരമാണ് നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുത്ത ക്വാളിറ്റി ഐറ്റങ്ങൾക്ക് 50% വരെ വിലക്കുറവ് ലഭ്യമാണ്. നാഗൃതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാഗൃതിയുടെ കുർത്തി കളക്ഷൻസ് ആണ്. വെറൈറ്റി ആയിട്ടുള്ള കുർത്തി കളക്ഷൻസ് ആണ് നമ്മൾ ഇപ്രാവശ്യം ഓണം ഫെസ്റ്റിന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മദ്രാസ് ചെക്സ്, ചിക്കൻ കാരി, അജ്രക്, അങ്ങനെ പല വെറൈറ്റീസാണ് നാഗൃതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ചേലക്കര കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്രാവശ്യം 50% വരെ ഓഫറുള്ള കുർത്തീസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ ഷോപ്പ് ചെയ്യൂ, കൂടുതൽ സേവ് ചെയ്യൂ എന്ന വാഗ്ദാനത്തോടെയാണ് നാഗൃതി ഈ ആഘോഷകാലത്ത് ഉപഭോക്താക്കളെ സ്വാഗതം ചെയ്യുന്നത്. കുർത്തി ഫെസ്റ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ വന്നിരുന്നു. അന്ന് ജഗദീശനോട് നന്നായി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. നന്നായി വരട്ടെ, വീണ്ടും ബ്രാഞ്ചുകളൊക്കെ തുടങ്ങട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. അപ്പോൾ ഇവിടെ വന്ന് അദ്ദേഹം സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഒരു ബ്രാഞ്ച് കൂടി തുടങ്ങി. ബിസിനസ് നല്ല രീതിയിൽ പോകുന്നു. വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സ്ഥാപനം ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം നല്ല പെർഫോമൻസ് ചെയ്തിട്ടുള്ള ആ കുടുംബാംഗങ്ങളെ ആദരിക്കുക, അതുപോലെ തന്നെ ഓൺലൈനായിട്ടൊക്കെ ഉള്ള നല്ല രീതിയിലുള്ള പെർഫോമൻസ്. കാരണം പലപ്പോഴും നമ്മളെ സംബന്ധിച്ചുള്ള ഒരു കസ്റ്റമർ വന്നാൽ അവരെ നല്ല രീതിയിൽ നമ്മൾ ചേർത്ത് പിടിക്കുക. ആ ചേർത്ത് പിടിക്കുകയും അവരോടുള്ള പെരുമാറ്റവും ആ രീതിയിലാവുമ്പോഴാണ് വീണ്ടും അവിടെ പോവാം, കുഴപ്പമില്ല. സാധാരണഗതിയിൽ ഞാൻ എന്താ വെച്ചാൽ ഈ ബിസിനസ്സുമായിട്ട് എനിക്ക് വലിയൊരു നഷ്ടം വന്ന ഒരാളാണ്. അപ്പോൾ എനിക്കത് നന്നായിട്ട് അറിയാം. ഈ പെർഫോമൻസ്, നല്ല പെർഫോമൻസ് സ്റ്റാഫ് കാഴ്ചവെക്കുമ്പോൾ അത് കൊടുക്കുക പറഞ്ഞത് വലിയ കാര്യമാണ്, നല്ല കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സത്യം പറഞ്ഞാൽ ക്ഷമ നന്നായിട്ട് വേണം. ക്ഷമയുള്ളവർക്കാണ് ഈ ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്നത്. ഞാൻ കൈവച്ച ഉദ്ഘാടനം ചെയ്ത ഒരു സ്ഥാപനം നല്ല രീതിയിൽ പോകണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് വരിക. അത് ഞാൻ നന്നായി പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവും. ചടങ്ങിൽ മറ്റു വാർഡ് മെമ്പർമാർ, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് എം അബു, സെക്രട്ടറി CS ഗീവർ, പ്രമുഖ വ്യക്തികളായ രാമദാസ് മാസ്റ്റർ, പരമേശ്വരൻ മാഷ് എന്നിവരും പങ്കെടുത്തു. നഗരത്തെ മാനേജിംഗ് ഡയറക്ടർമാരായ ദീപക്, കൃപ എന്നിവർക്കൊപ്പം സ്റ്റാഫ് അംഗങ്ങളും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ വലിയ വലിയ മേട്ടകൾ, വസ്ത്രവ്യാപാര രംഗത്ത് വലിയ ആൾക്കാർ, എത്രയോ വലിയ ആൾക്കാർ, കല്യാണം, അതുപോലെ പോത്തീസ്, അങ്ങനെ വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ പഴയകാല ചരിത്രം നോക്കിയാൽ വളരെ ചെറിയ കടയായി തുടങ്ങി അവർ ആത്മാർത്ഥമായ സമീപനം കൊണ്ട് അവർ ഉപഭോക്താവ് വരുമ്പോൾ അവരോടുള്ള ഒരു വിശ്വാസ്യത, അത് കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള വ്യാപാരം ഒരിക്കലും പരാജയപ്പെടില്ല. അത് ആത്മാർത്ഥമായ സമീപനം അതിലുണ്ടാകുമ്പോൾ അത് വളർന്നു വലുതായി വലിയ സ്ഥാപനമായി എനിക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർക്കുക. 6 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അന്ന് ആ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അന്ന് ഈ വ്യാപാര സ്ഥാപനം വളരെ ചെറിയൊരു വ്യാപാര സ്ഥാപനമായിരുന്നു. ഇന്നിപ്പോൾ ചേലക്കരയിൽ അറിയപ്പെടുന്ന, അതുപോലെ തന്നെ കച്ചവടം ഉള്ള സ്ഥാപനം, നല്ല കച്ചവടമുള്ള സ്ഥാപനമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു കാരണം ഉണ്ടാവുക, ഇവർ വസ്ത്ര വ്യാപാര രംഗത്ത് മാറുന്ന ഫാഷൻ അനുസരിച്ചിട്ടോ ആളുകൾ അഭിരുചിക്കനുസരിച്ചോ താല്പര്യങ്ങളനുസരിച്ചിട്ടൊക്കെ പെരുമാറുന്നുണ്ടാവാം. നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റാഫുകൾ ആളുകളോട് വളരെ നല്ല രീതിയിലൊക്കെ പെരുമാറുന്നത് കൊണ്ട് തന്നെയാവാം ഈ വ്യാപാര സ്ഥാപനം ഇന്നും നല്ല രീതിയിൽ നിലനിൽക്കുന്നത്. നമ്മൾ ഉയർന്ന ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യം വെച്ചാൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ആ ലക്ഷ്യത്തിനെത്താനുള്ള ആത്മാർത്ഥമായ പരിശ്രമം അത് ഇവള് എന്ന് കാണിക്കാറുണ്ട്. ഞാൻ ഇവളോട് സംസാരിക്കാറും അത് ഞാൻ മനസ്സിലാക്കാറുണ്ട്. എന്തൊക്കെയായാലും ഈ ചേലക്കരയുടെ വസ്ത്രവ്യാപാര രംഗത്ത് ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് ഈ സ്ഥാപനം. ഒരു പ്രത്യേകതയുള്ള പേരാണ് നാഗൃതി എന്ന് പറയുന്ന പേര് തന്നെ. ഒരു വ്യത്യസ്തയുള്ള ഒരു പേരാണ്.
പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു സാഹചര്യം വെച്ചിട്ട് ഒരു സ്ഥാപനം തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷെ അത് കൊണ്ടു നടത്തി വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. ഇപ്പം നമ്മൾ അറിഞ്ഞിടത്തോളം 6-7 വർഷം മുമ്പ് തുടങ്ങിയ ഈ സ്ഥാപനം വീണ്ടും പുതിയ ശാഖകളുമായിട്ട് ഒന്നും കൂടി ഡെവലപ്പ് ആവാൻ തുടങ്ങുകയാണ്. അപ്പം അങ്ങനെ ഒരു ഉയർച്ച വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഉടമസ്ഥരുടെയും അവരുടെ ഒപ്പമുള്ള അവരുടെ സഹപ്രവർത്തകരുടെയും കൂട്ടായ അച്ചടക്കത്തോടെ ആത്മാർത്ഥതയോടുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ നിൽക്കുന്ന എല്ലാവരും സന്തോഷത്തിന്റെ മുഖത്ത് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം എല്ലാവർക്കും സന്തോഷമായ രീതിയിലാണ് എല്ലാവരും മുഖം ചിരിക്കുന്നുണ്ടാവും. മറ്റൊക്കെ ചിലർ വിഷാദമായിട്ട് നിൽക്കും, ചിലർ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കും. അപ്പോൾ എന്നാൽ എല്ലാവരുടെ മുഖത്ത് ചിരിയാണ്. അപ്പോൾ ഈ ഓണം ഇതേപോലെ സന്തോഷം ഓണം കഴിയുന്നവരെ എല്ലാവരും മുഖത്തും കാണണം. വരുന്ന കസ്റ്റമേഴ്സ് സന്തോഷമായിട്ട് വരുമ്പോൾ അവർ ചിരിച്ച് അതേപോലെ തന്നെ ചിരിച്ച് അവരും പോകണം. ഏത് കസ്റ്റമേഴ്സും എന്ത് ചെയ്യണം, ചിരിച്ചു പോകാനുള്ള അവസരം സർവശിടാക്കട്ടെ. ചേലക്കരയിലെ വിജയകരമായ തുടർച്ചയ്ക്ക് പുറമെ ഒറ്റപ്പാലം TB റോഡിൽ NSS KPT സ്കൂളിന് സമീപവും നകൃതിയുടെ പുതിയ ഷോറൂം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മികച്ച ഷോപ്പിംഗ് അനുഭവവും പുതിയ ട്രെൻഡുകളും തേടിയെത്തുന്ന ഉപഭോക്താക്കൾക്ക് ഈ പുതിയ ശാഖയും പൂർണ്ണമായും സജ്ജമാണ്. നമസ്കാരം. അപ്പോൾ നാകൃതിയിലേക്ക് സ്വാഗതം. അപ്പോൾ നാകൃതിയുടെ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ചെറിയൊരു പ്ലാറ്റ്ഫോമായിട്ട് നമ്മൾ തുടങ്ങിയതാണ്. എന്താണ് എങ്ങനെയാവും എന്നുള്ള യാതൊരുവിധ ഐഡിയകളും ഇല്ലാണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 19 സ്റ്റാർട്ട് ചെയ്തു. കൊറോണ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ സർവൈവ് ചെയ്തിട്ട് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും ബാക്കി എല്ലാവരും സപ്പോർട്ടും കൊണ്ട് നമുക്കൊരു പുതിയൊരു സ്ഥാപനം തുടങ്ങാൻ പറ്റി 22 അവിടുന്ന് വീണ്ടും ഇപ്പോൾ ഈ ഒരു വർഷം നമുക്ക് ഒറ്റപ്പാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒരു പുതിയൊരു സ്ഥാപനം കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ നാകൃതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ബാക്കി ആൾക്കാർ ചെയ്യുന്ന പോലെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് അല്ലാണ്ട് നമ്മൾ കുർത്തീസിൻ്റെ ഫുൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം വെറൈറ്റീസാണ് നമ്മൾ നമ്മുടെ ഷോപ്പിൽ ചെയ്തിരിക്കുന്നത്. അതേപോലെ കസ്റ്റമേഴ്സിന് വരികയാണെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജായി. അതുപോലെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വരുന്ന എല്ലാ വ്യക്തികളോടും നല്ല രീതിയിൽ പെരുമാറുക, അതേപോലെ തന്നെ പരമാവധി ഏതൊക്കെ നമ്മുടെ വെറൈറ്റീസ് ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഇത് നമ്മുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഉയർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. CCV ന്യൂസ് ചേലക്കര.